ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുരേഷ് ഗോപി നല്ല നടനാണോ? ഇതാണ് ചിലരൊക്കെ ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചാൽ എന്താ നിങ്ങൾക്ക് എത്ര സംശയം? സുരേഷ് ഗോപിയുടെ എത്ര സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ട്? ആ സിനിമയിലൊക്കെ വലിയ കുഴപ്പമില്ലാത്ത അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ പറയാം കുഴപ്പമില്ലാത്ത അഭിനയം എന്നല്ല പറയേണ്ടത്. സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് കിട്ടിയിട്ടുള്ളതല്ലേ? മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പം തന്നെ ബാലചന്ദ്രമേനും കിട്ടിയിട്ടുണ്ട്. വേറെ 3 പേർക്കാണ് ആ വർഷം ഈ ഇന്ത്യയിലെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത്. അതിൽ ഒരാളാണ് സുരേഷ് ഗോപി. അപ്പോൾ സുരേഷ് ഗോപിക്ക് അഭിനയം അറിയില്ലെങ്കിൽ അങ്ങനെ കിട്ടുമോ? അപ്പോൾ അയാൾ പറഞ്ഞെങ്കിൽ അതൊക്കെ സ്വാധീനം കൊണ്ട് കിട്ടും. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്വാധീനം കൊണ്ട് കിട്ടുമെന്ന് നിങ്ങളുടെ വിശ്വാസം? സുരേഷ് ഗോപിക്ക് അവാർഡ് കിട്ടിയത് പെരുമലയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ്. പെരുമലയൻ എന്ന് പറഞ്ഞാൽ ജയരാജൻ്റെ കളിയാട്ടം. ആ കളിയാട്ടത്തിലെ പെരുമലയനായിട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി അഭിനയിച്ചത്. അതിൽ നായിക താമര എന്നുള്ളൊരു കഥാപാത്രത്തെയാണ് മഞ്ജു വാര്യർ അവതരിച്ചത്. അതായത് വിശ്വസാഹിത്യ ഡെസ്റ്റിമോണ എന്നുള്ള കഥാപാത്രത്തിൻ്റെ മറ്റൊരു ബദൽ അതായിട്ടാണ് ഇങ്ങനെ അവർ അഭിനയിച്ചത്. അപ്പോൾ അവരോടൊപ്പം മഞ്ജു വാര്യരോടൊപ്പം ഏറ്റുമുട്ടുന്നത് പോലെ, അതായത് ഒന്നിനൊന്ന് മെച്ചം പോലെ മത്സരിച്ചിട്ടുള്ള അഭിനയം പോലെ അഭിനയം കാഴ്ചവെച്ച സുരേഷ് ഗോപിയെ നിങ്ങൾക്ക് അറിയില്ല എന്നാണോ പറഞ്ഞു വരുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ ചിരിക്കുന്നു പരിഹാസത്തോടെ. നമ്മൾ സുഹൃത്തെ, ആരെയും പരിഹസിക്കരുത്. സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയല്ല, BJP നേതാവല്ല ആയിരുന്നെങ്കിൽ, അതല്ലെങ്കിൽ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പുച്ഛമായ ഭാവത്തോടെ ഈ ചിരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അയാളൊന്നും മിണ്ടിയില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയമുണ്ടായിരിക്കാം, നിങ്ങൾക്കും രാഷ്ട്രീയമുണ്ടായിരിക്കാം. കലയെ കലയായിട്ട് തന്നെ നമ്മൾ കാണണം. ഞാനിത് പറയുമ്പോൾ ഇന്ത്യയിലെ മികച്ച നടന്മാരിൽ ഒരാൾ തന്നെയാണ് തിലകൻ എന്നാലോചിക്കണം. ആ തിലകൻ മരിക്കുന്നതുവരെ അഭിനയിക്കുമ്പോൾ ഒരേ ഒരു ആർട്ടിസ്റ്റിൻ്റെ അഭിനയം കാണാൻ വേണ്ടി മാത്രമാണ് ലൊക്കേഷനിൽ കാത്തു കെട്ടിയെന്ന് ആലോചിക്കണം. അത് മഞ്ജു വാര്യർ അഭിനയം കാണാനാണ്. തിലകൻ അന്ന് പറഞ്ഞ എന്താ, ഞാനും മഞ്ജു വാര്യരും തമ്മിൽ ഒരുമിച്ച് ഒരേ സീനിൽ അഭിനയിക്കുമ്പോൾ നമ്പറുകളിടും. കാരണം ആ കുട്ടി ചില്ലറക്കാരിയല്ല എന്ന് മനസ്സിലായി. നിങ്ങളുടെയൊക്കെ മനസ്സിൽ തിലകൻ നല്ല നടനാണെന്നറിയാം. ആ നല്ല നടൻ മഞ്ജു വാര്യരെ പോലെ ഒരു യുവതിയുടെ മുന്നിൽ പതറിപ്പോകുന്നത് കാണാൻ സഹിക്കില്ല എന്ന് പറയരുത്. അതുകൊണ്ട് തന്നെയാണ് ആ ചില്ലറക്കാരിയായല്ല നടിയുടെ അഭിനയം കാണാൻ ഞാൻ കണ്ടു നിന്നത്. എന്നിട്ട് വേണം എനിക്ക് നമ്പർ ഇടാൻ. ഞാനതിൻ്റെ സംഘാടകരോടൊക്കെ പറഞ്ഞു. കാരണം ഞാൻ ലൊക്കേഷനിൽ പോകാതെ, എൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ട് ലൊക്കേഷനിൽ പോകാതെ ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് മഞ്ജു വാര്യരെ അഭിനയം കാണുകയായിരുന്നു ആലോചിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞ തിലകൻ മഞ്ജു വാര്യരോടൊപ്പം സുരേഷ് ഗോപി മത്സരിച്ച് അഭിനയിക്കുന്നു പറയുമ്പോൾ ചില്ലറ അഭിനയമല്ല എന്നാലോചിക്കണം. നിങ്ങൾ പറയുന്ന പോലെ, അതായത് സുരേഷ് ഗോപി ബോൺ ആർട്ടിസ്റ്റാണെന്നും ഞാൻ പറയില്ല. സുരേഷ് ഗോപിക്ക് ചെറുപ്പം മുതലേ അഭിനയിക്കുന്ന ആഗ്രഹമുണ്ടായിരുന്നു. സുരേഷ് ഗോപിയുടെ അച്ഛൻ സിനിമയായി ബന്ധപ്പെട്ട ഒരാളായിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ അകന്ന ബന്ധത്തിൽപ്പെട്ടതാണ് ജയനും ജയഭാരതിയും ഒക്കെ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെ വളരെ ചെറുപ്പം മുതലേ ഉള്ളൊരു ആഗ്രഹം കൊണ്ടാണ് അത് IAS പഠിക്കണമെന്നുള്ളത് പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA കഴിഞ്ഞപ്പോൾ അഭിനയിക്കാൻ ഇറങ്ങി തിരിച്ചതെന്ന് ആലോചിക്കണം. അതിനെത്രയോ വർഷങ്ങൾ ഓടയിൽ നിന്നുള്ള സിനിമയിൽ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി നേരേക്ക്. അപ്പോൾ അഭിനയം ഒരു ഭ്രാന്തായി കൊണ്ട് നടന്ന ചെറുപ്പക്കാരനായിരുന്നു സുരേഷ് ഗോപി. അത് എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണത്. ഞങ്ങൾ കുറേ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ ചില സിനിമകളിൽ വില്ലനായിട്ടുണ്ട്, ചില സിനിമകളിൽ ഹീറോ ആയിട്ടുണ്ട്. ഓടിയ പല സിനിമകളിലെയും സുരേഷ് ഗോപിയെ നിങ്ങൾ പറയും തോക്കെടുക്കുന്ന സുരേഷ് ഗോപിയെ മാത്രമേ നിങ്ങൾക്ക് അറിയൂ എന്നാലോചിക്കണം. നമുക്കിപ്പോൾ നിങ്ങൾ ചോദിച്ചതിൻ്റെ പേരിൽ ഈ സുരേഷ് ഗോപിയെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചേ പറ്റുള്ളൂ. കാരണം സുരേഷ് ഗോപി അങ്ങനെ നിങ്ങൾ എഴുതി തള്ളരുതെന്ന് ആലോചിക്കണം. നിങ്ങളെ കളിയാട്ടം സിനിമ കണ്ടില്ലെങ്കിൽ അത് കാണണം. അത് ജയരാജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് ആലോചിക്കണം. ജയരാജിനെപ്പോലൊരു സംവിധായകൻ ഇത്രയും ഈ പെരുമലയനെ അവതരിപ്പിക്കാൻ, ഇത്രയും വിശ്വസാഹിത്യത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ മലയാളിയിൽ വെച്ച് വേറൊരു വെർഷൻ അവതരിപ്പിക്കുമ്പോൾ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അതിന് അന്ന് പറഞ്ഞത് ഈ കഥാപാത്രം സുരേഷ് ഗോപി സുന്ദരനാണെങ്കിലും സുരേഷ് ഗോപിയുടെ കഥാപാത്രം സൗന്ദര്യമില്ലാത്തവനാണ്.
ഡെഡ്സിമോണ എന്ന കഥാപാത്രത്തെയാണത് താമരയായിട്ട് മഞ്ജു വാര്യർ, അത് സുന്ദരിയാണ്, ബുദ്ധിമതിയാണ്, അഭിനയം വേണം, ഇതെല്ലാം ഒത്തിണക്കിയൊരു കഥാപാത്രത്തെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് ഇത് ഒത്തിണങ്ങിയൊരു കഥാപാത്രം മഞ്ജു വാര്യരായിട്ട് തോന്നിയത്. അങ്ങനെയാണ് മഞ്ജുവിനെ അവതരിപ്പിച്ചത്. ഈ രണ്ടുപേരും ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചവരാണെന്ന് ആലോചിക്കണം. അന്ന് വിചാരണ ചെയ്യുമ്പോൾ മഞ്ജു വാര്യരുടെ, അതായത് താമരയുടെ അച്ഛൻ പറഞ്ഞു, ഇവൾ നിന്നെ ചതിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ മഞ്ജു വാര്യർ തൻ്റെ അച്ഛനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. ഏതൊരു നടിക്കും അഭിനയം തന്നെയാണ്. പക്ഷേ അന്ന് ആ ഒരു നോട്ടമുണ്ടല്ലോ, ആ നോട്ടം കാണാൻ നിങ്ങൾ ആ സിനിമ കാണണം. ആ ഒരു നോട്ടം, ഈ സബ്ജക്റ്റ് പല ഭാഷകളിൽ, ലോകത്തിലെ പല ഭാഷകളിൽ ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും അത് അഭിനയിച്ച ഒരു നടിയിൽ നിന്നും ഇതുപോലെ താമരയിൽ നിന്നുണ്ടായ, അതായത് മഞ്ജു വാര്യരുണ്ടായ ഒരു നോട്ടം വേറൊരു നടിയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് ആലോചിക്കണം. അതുപോലെ തന്നെയാണ് അവസാന രംഗത്ത്, ക്ലൈമാക്സ് രംഗത്ത് ഈ താമരയെ പെരുമലയൻ കൊല്ലുന്നൊരു സീനുണ്ടെന്ന് ആലോചിക്കണം. ആ കൊല്ലുന്ന സീനിൽ കത്തിച്ച് വെച്ച മെഴുകുതിരികൾ ഒന്നൊന്നായി കെടുത്തി, കെടുത്തിയിട്ട് ഈ താമരയെ കൊല്ലാൻ പോകുമ്പോൾ ആ നിമിഷത്തിൽ പോലും പ്രണയവും കാമവും സൗന്ദര്യവും ഒത്തിണങ്ങിയ ഭാവത്തോടെയാണ് മഞ്ജു വാര്യർ ചിരിച്ചത്. അതേ വികാരത്തിൽ തന്നെയാണ് ഈ തൻ്റെ പ്രിയ പത്നിയെ ഈ പെരുമലയനായ സുരേഷ് ഗോപി കൊന്നത് ശ്രമിച്ചെന്നാലോചിക്കണം. ആ ഒരു നിമിഷം, നിങ്ങൾ ബാക്കിയൊക്കെ വിട്ടോളൂ, ആ ക്ലൈമാക്സിൻ്റെ നിമിഷം മാത്രം മതി സുരേഷ് ഗോപിയുള്ള നടനെ ഒരു കാലത്തും നിങ്ങൾക്ക് എഴുതിത്തള്ളാൻ പറ്റുകയില്ല എന്ന് തെളിയിക്കാമെന്നാലോചിക്കണം. അതിനുശേഷം പല സിനിമകളിലും നല്ല റോളുകളിൽ അഭിനയിച്ചിട്ടുണ്ടായിരിക്കണം. ചില സമയങ്ങളിൽ നമ്മൾ ആലോചിക്കാറുണ്ട്, ചില സമയങ്ങളിൽ അഭിനയത്തിൻ്റെ വാക്കുകൾ, പൊരുളുകൾ എന്താണ് ഒരു നല്ല നടൻ, എങ്ങനെയാണ് ഒരു നല്ല നടി ഉണ്ടാകുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇത്തരം സിനിമകളിലെ അപൂർവമായ നിമിഷങ്ങൾ നമ്മൾ ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഓർത്തു വയ്ക്കുമ്പോഴാണ് സുരേഷ് ഗോപിക്ക് ദേശീയ അവാർഡ് കിട്ടിയത് അത്ഭുതമില്ല എന്നുള്ളതാണ്. അതിൻ്റെ പിന്തുടർച്ചാവശ്യം തന്നെയാണ് പിന്നീട് വന്ന കുറേ നല്ല സിനിമകൾ സെലക്ട് ചെയ്യാൻ സുരേഷ് ഗോപി ശ്രമിച്ചു. പക്ഷേ സുരേഷ് ഗോപി എപ്പോഴും തോക്കെടുക്കുന്നവരായിട്ടാണ് നമ്മുടെ പ്രേക്ഷകർ കൂടുതലും കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ചില സിനിമകൾ അഭിനയിക്കുമ്പോൾ തിയേറ്ററിൽ കളക്ഷൻ കുറയുമായിരിക്കാം. എന്നാലും സുരേഷ് ഗോപി നല്ല നടൻ എന്ന നിലയിൽ തന്നെയാണ് ഇപ്പോൾ സ്കോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ കുറേ സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ, അതിലെല്ലാം മോശമല്ലാത്ത അഭിനയം കാഴ്ചവെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ആ സിനിമ സാമ്പത്തികമായിട്ടും ലാഭം കിട്ടിയ സിനിമയാണെന്ന് ആലോചിക്കണം. അപ്പോൾ ആ ലാഭം കിട്ടിയ സിനിമകളിലെ ഒരു നടൻ, ശരി, അതായത് ഒരു സൂപ്പർ സ്റ്റാറുകളിൽ ഉൾപ്പെട്ട ഒരു നടൻ തന്നെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്നതല്ലേ നല്ലത്? നമ്മൾ മൈനസ് പോയിൻറ്റുകൾ കണ്ടെത്തുമ്പോൾ തന്നെ പ്ലസ് പോയിൻ്റ് ഉണ്ടെങ്കിൽ അത് പറയാതിരിക്കാൻ ശ്രമിക്കരുത്, അത് ശ്രമിക്കണമെന്നുള്ളതാണ്. അതൊരു കലാകാരന് കൊടുക്കാവുന്ന ഒരു നല്ല ഗിഫ്റ്റാണെന്ന് ആലോചിക്കണം. ഇവിടെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കൽ കൂടി കാണൂ. അതിൽ ഞാൻ ഈ പറയുന്ന സത്യമല്ലേ എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. അതെ, ശരിയാണ്, മഞ്ജു വാര്യർ എന്നുള്ള പ്രഗത്ഭ നടിക്കൊപ്പം മത്സരിച്ചു തന്നെയാണ് സുരേഷ് ഗോപി അഭിനയിച്ചിട്ടുള്ളത്.